ബെനിഫിറ്റ് അഷ്യൂർ ചെയ്തുകൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് എങ്ങനെ ജോയിൻ ചെയ്യണം? നമുക്ക് എൻഡ് ഓഫ് ദ ഡേ എന്താ ബെനിഫിറ്റ് അല്ലേ വേണ്ടത്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി, സാലറി, പ്ലേസ്മെന്റ്സ്, അസിസ്റ്റൻസ് അല്ലേ, ലേണിംഗ്, സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഈ വിഷയങ്ങളിലായിരിക്കും നമ്മളുടെ എൻഡ് ഓഫ് ദ ഡേ മോട്ടീവ്. അപ്പൊ ഈ ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യണമല്ലോ. എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാലല്ലേ ഈ ചെലവഴിച്ച പൈസയും ചെലവഴിച്ച ടൈമിനും കാര്യം എടുത്തുള്ളൂ. എന്താണ് അൻസിന്റെ, എങ്ങനെയാണ് ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യുക? എനിക്ക് ഉത്തരവുണ്ട്. ബെനിഫിറ്റ് അഷ്യൂർ എന്ന് പറഞ്ഞാൽ ഞാൻ മേജറിൽ നോക്കുന്ന ഒരു UG പഠിച്ചു കഴിഞ്ഞാൽ സാധാരണ നാട്ടിൻപുറത്ത് പഠിച്ചാൽ റെഗുലർ ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG പഠിച്ചാൽ എനിക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്, UG കൊണ്ട് എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലിക്ക് എൻട്രി ചെയ്യാൻ പറ്റും. നമ്മൾ നാട്ടിൽ പ്രാഥമികമായിട്ടും പ്ലേസ്മെന്റ് സെല്ല് വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് എക്സ്പോഷർ കിട്ടുന്നില്ല. നാട്ടിൽ പഠിച്ച് ബാംഗ്ലൂർ വന്ന് കമ്മ്യൂണിക്കേഷൻ്റെ കുറേ ഇഷ്യൂ ഫേസ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ജോലിക്ക് കയറുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രിക്ക് ശരിക്കും ഒരു ജോലി ലൈക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പഠിച്ച് മനസ്സിലായില്ലേ. ആ ബെനിഫിറ്റ് ശരിക്കും ലൈക്ക് അതായത് ഒന്നും കൂടെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും പാടൊരു യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇത് ഒരു വൈൽ പ്രോസസ് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് പൻസ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇനീഷ്യലി അനസിന് ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ പിന്നെ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വാട്ടെവർ എക്സെട്ര ഈ പ്രോഗ്രാം ജോയിൻ ചെയ്യണം. അത് ഡിഗ്രി ആയിക്കോട്ടെ, പി ജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ. ഓഫ് ദ ഡേ നിങ്ങൾ ആരെയാണ് ഫോക്കസ് ചെയ്യുക? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഒരു കോളേജ്, ഇവരായിരിക്കുമല്ലോ ഫോക്കസ് ചെയ്യുക. ഇവിടെ ഫ്രം ദ ബിഗിനിങ്ങിൽ തന്നെ ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഏതായാലും ജോയിൻ ചെയ്താൽ നമ്മൾ പെടത്തില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ കൂടിയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് ട്രിക്സും അതുപോലെ തന്നെ കുറച്ച് മെത്തേഡ്സും ഉണ്ട്. ആ ഏരിയയിൽ എന്തെങ്കിലും നോളജ് ഉണ്ടോ? ഞാൻ വിചാരിക്കുന്ന മേജർലി മാർക്കറ്റ് റിസർച്ചും ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്ങും ആണ്. അതായത് നോളജ് ഗെയിൻ ചെയ്യാന്നുള്ളത് തന്നെ മാർക്കറ്റ് റിസർച്ച്, നെറ്റ്വർക്കിംഗ്. ഞാൻ ഇവിടെ കാണുന്നത് എന്താണെന്ന് അറിയോ ഇതില്? സോ ഫോർ ലൈക്ക് എനിക്ക് ഒരു ഞാൻ ഓൺലൈനായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ റെഗുലർ, എപ്പോഴും ഓൺലൈൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ എൻഡ് ഓഫ് ദ ഡേ വി ആർ സജഷൻ പ്ലാറ്റ്ഫോം. നമ്മൾ ഓൺലൈൻ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ്, അതായത് ഓൺലൈനായിട്ട് MBA അല്ലെങ്കിൽ അതർ ഡിഗ്രി, അതർ PG പ്രോഗ്രാംസ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. പ്രസന്റ്ലി വി ആർ നോട്ട് സ്റ്റാർട്ട് നമ്മുടെ റെഗുലറോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ക്ലിയർ ആയോ? സോ ബട്ട് റെഗുലർ ആണെങ്കിൽ ഏതാണെങ്കിലും ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യണം. ഇതാണ് ചോദ്യം. ബെനിഫിറ്റ് ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം. ഓക്കെ, എനിക്ക് ആദ്യം ഞാൻ ചെയ്യുന്നത് അവരെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യും. സോ ഈ വെബ്സൈറ്റിൽ എത്രത്തോളം അവർ ഹൈലൈറ്റ് ആയിട്ട് അഗ്രസീവായിട്ട് നമ്മളെ ഡൊമൈൻ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം. അതായത് MBA ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയൊക്കെയാണ്, അവർ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇതിൽ ഡെലിവറി ചെയ്യുന്നുള്ളത്, ഏതൊക്കെ ഇൻഡസ്ട്രി എക്സ്പേർട്ടാണ്, എത്രത്തോളം പ്രാക്ടിക്കൽ എക്സ്പോഷർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും വാച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ എൻഡിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ് പ്രോസസ് ഈസ് ഫൈനലൈസ്ഡ്. ഓക്കെ, ദെൻ സെക്കൻഡ്ലി നമ്മൾ അതിൽ എൻക്വയറി ഇടും. വിളിക്കുന്നത് ആരാണ്? കൗൺസിലർ ആയിരിക്കും, അവിടുത്തെ അഡ്മിഷൻ കൗൺസിലർ ആയിരിക്കും. ഇന്ന് അഡ്മിഷൻ തീരുമെന്ന് പറയും, പക്ഷെ അതൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. ചോദ്യം ചോദിക്കുന്ന എനിക്ക് ഉത്തരവുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയും, ആ കൗൺസിലർ ലേഡി ആണെങ്കിൽ പിന്നെ ബോയ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയാം, നമ്മൾ ജോബ് പ്ലേസ്മെന്റ്സ് തരും, ഇത് ഏറ്റവും ടോപ്പാണ്, വി ആർ ദ ഫസ്റ്റ് കമ്പനി, വി ആർ ദ ഫസ്റ്റ് തിങ്സ്, എക്സെട്ര ബ്ലാ ബ്ലാ കുറേ കാര്യങ്ങൾ പറയും. ഇവിടെ ചോദ്യം ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എങ്ങനെ നിങ്ങൾ ജോബ് അഷ്യൂരിറ്റി പ്ലേസ് ചെയ്യും, എത്ര ആൾക്കാർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചോദ്യം ചോദിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് പറയുന്ന കാര്യങ്ങളൊക്കെ വിഴുങ്ങി വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. എക്സാക്ട്ലി കറക്റ്റ് ലെവലിൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ പഠിക്കണം. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ മറുപടികൾ ഉണ്ടാവണം. ക്രോസ് ചെക്ക് ചെയ്യണം. എന്നിട്ട് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റുള്ള സ്ഥാപനങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പഠിക്കണം. ഈ കമ്പയർ ചെയ്യുമ്പം എൻഡ് ഓഫ് ദ ഡേ അവിടെ ആ കൗൺസിലർ അത്രയും ഫിറ്റാണ്, കാര്യങ്ങൾ പറയാൻ യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്നിട്ട് നമ്മൾ പറയുകയാണ്, നിങ്ങളുടെ ഹെഡിനെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിക്കുക, എനിക്ക് എൻ്റെ എമൗണ്ട് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മോർ കൺഫർമേഷൻ കിട്ടണം നിങ്ങളുടെ ഭാഗത്ത്, എങ്കിലേ ഞാൻ ജോയിൻ ചെയ്യത്തുള്ളൂ. അത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും സർട്ടിഫിക്കേഷൻ പ്ലാറ്റ്ഫോം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും കോളേജസ് ആണെങ്കിലും വാട്ടെവർ നമ്മൾ കൺഫേം ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ ജോയിൻ ചെയ്യണ്ട, അവർ കൺഫർമേഷൻ തരണം. അപ്പം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക, അതിനുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് പിന്നെ വാങ്ങുക, അതിനെ കൺഫേം ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, ദെൻ ഇത് എന്നാലും ജോയിൻ ചെയ്യരുത്. എങ്കിൽ കൂടി എന്ത് ചെയ്യണം? അവരുടെ ടെസ്റ്റിമോണിയൽസ്, അവരുടെ പ്രീവിയസ് സ്റ്റുഡൻസ് നമ്മൾക്ക് റീച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ റീച്ച് ചെയ്യണം. വി ഹാവ് ടു കോൾ ദം ഓർ വി ഹാവ് ടു റീച്ച് ടു FB ഓർ ഇൻസ്റ്റ ഓർ ലിങ്ക്ഡ്ഇൻ. എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. ടെസ്റ്റിമോണിയലടക്കം ഇപ്പോൾ ഫേക്കായിട്ട് ഒരുപാട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? പൈസ കൊടുത്തും ഒറിജിനലായിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചോദിക്കണം. അതും ചോദിച്ചു. ഓക്കെ, ദെൻ വി ആർ ടോട്ടലി ഫൈൻ, ബെനിഫിറ്റ് അഷ്യൂർ ചെയ്തു എന്ന് നമ്മൾ എൻഡിൽ വിചാരിക്കുകയാണ്, ജോയിൻ.
എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. ഇറക്കിയ പൈസൻ്റെ ഒരു 70-60% ബെനിഫിറ്റ് കിട്ടും. 100% സർവീസ് കൊടുക്കുന്ന ഒരാളില്ല. ഇഫ് അവർ കമ്പനി ഓൾസോ ലിറ്റിൽ മിസ്റ്റേക്സ്, ഒരു 1 or 2% എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഈ ഓൾ ഓവർ ദ വേൾഡ് ഒരു മനുഷ്യൻ പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത് പോലെയാണ്, ബട്ട് ഒരു 70% ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ വിജയിച്ചു. ക്ലിയർ ആയോ? അപ്പം ഈ ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ ട്രിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? രക്ഷപ്പെടും. ക്ലിയർ ആയോ? അവിടെ ഷുവർലി ആദ്യത്തെ പറയും നമ്മൾ അമിറ്റീനെ വിളിക്കുകയാണ്, മണിപ്പാലിനെ വിളിക്കുകയാണ്, SPSUവിനെ വിളിക്കുകയാണ്, അമിറ്റിയെ വിളിക്കുകയാണ്, അമൃതയെ വിളിക്കുകയാണ്, SRMനെ വിളിക്കുകയാണ്. വി ആർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, വി ആർ ദ ബെസ്റ്റ്. അവർക്കൊരു ഹൈലൈറ്റ് പോയിന്റ് ഉണ്ടാവും, അത് പറയും. ഇതല്ല, നിങ്ങൾ ബെസ്റ്റൊക്കെയാണ്, വി എഗ്രീഡ്, എനിക്ക് എൻ്റെ ഡൊമൈനിൽ എന്ത് തരും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതാണ് ചോദിക്കേണ്ട ചോദ്യം. ക്ലിയർ ആയി? അങ്ങനെ വരുമ്പോൾ എന്താവും? ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കോഴ്സ് ജോയിൻ ചെയ്യേണ്ടത്. മനസ്സിലായില്ല? ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴാണ് അവനക്ക് രക്ഷപ്പെടാൻ പറ്റുക. ഇനി ഇതല്ല, ഇവനക്കിത് ചോദിക്കാൻ പറ്റുന്നില്ല, ഇനിയും ഒരുപാട് ആസ്പെക്റ്റിലും ഒരുപാട് ക്രൈറ്റീരിയാസിലും വരുന്നുണ്ട്. നമ്മളെ പോലത്തെ സജഷൻ പ്ലാറ്റ്ഫോമിനെ ബന്ധപ്പെടുക. ഇത് പ്രൊമോഷൻ അല്ല, ബന്ധപ്പെടുക, അവൻ്റെ സക്സസിന് വേണ്ടിയിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ അവൻ ഒരു മെന്റേഴ്സിനെ ബന്ധപ്പെടുക, എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുക. അല്ലാത്ത അയലത്തെ ഒരു പ്രൊഫസറിനോട് കാര്യങ്ങൾ ചോദിച്ചാൽ മൂപ്പർക്ക് ഇതിനെക്കുറിച്ചിട്ട് ഐഡിയ ഉണ്ടാവത്തില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ ഏറ്റവും വലിയ മെന്റർ എന്ന് പറഞ്ഞാൽ ചായക്കടയിൽ ഇരിക്കണ അമ്മാവനേക്കാരം. അതെ, മൂപ്പര് പറയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എനിക്ക് എവിടെ പോയാലും ജോലി കിട്ടൂല എന്ന് പറയും. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിന്റെ പുറത്ത് എത്ര കമ്പനീസിന് അറിയാം? എനിക്ക് തോന്നുന്നില്ല ബാംഗ്ലൂർ കമ്പനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയുന്നു. കുറച്ച് കാണണ്ട. കേരള യൂണിവേഴ്സിറ്റി സൗത്ത് ഇന്ത്യയിൽ മേ ബി അറിയാം. നമ്മൾ കൊണ്ട് അതർ കൺട്രീസ് അല്ലെങ്കിൽ നോർത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ടോട്ടലി സർക്കിളിൽ ഇപ്പോൾ നമ്മൾ തന്നെ ഫ്രം ദ ബിഗിനിങ് സ്റ്റേജിൽ നമ്മളൊരു കോഴ്സ് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റി ഫ്രം ദ ബിഗിനിങ്ങിലേ ഉണ്ടായിരുന്നു. എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള റിസർച്ച് ഉണ്ടായിരുന്നു, എനിക്ക് അതിൻ്റെ ഉള്ള ടൂൾസ് ഉണ്ടായിരുന്നു. അതെന്തോ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ അങ്ങനെ എത്തിപ്പോയി ആ സമയത്ത്. അതുകൊണ്ട് എനിക്കത് പഠിക്കാൻ പറ്റി. ആദ്യം ചോദിക്കുക ഫ്രണ്ട്സിനോടായിരിക്കും, ഒരുമിച്ച് കിടക്കുന്നത്. എടാ ഞാൻ ഇന്ന് ജെയിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എടാ എങ്ങനെ എൻ്റെ അഭിപ്രായം? പൊളിയാണ്, അവരെ ആടൊക്കെ കണ്ടിരുന്നു, നല്ല പൊളിയാണ്. എന്ത് ആൻസറാണ്? ഞാൻ അമ്മിറ്റ്, അതും ഓക്കെയാണ്. മണിപ്പൂർ, അത് ഞാൻ കേട്ടിട്ടില്ല, നോർത്താണ്. ഇങ്ങനെയല്ല, ഇവരോടല്ല ചോദിക്കേണ്ടത്. ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻ ടു റോങ് പേഴ്സൺ. റോങ് പേഴ്സണോടല്ല ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, ഉചിതമായ ആളുകളോടാണ്. ദാറ്റ്സ് കോൾഡ് സജഷൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു മെൻറ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ അവരോട് ചോദിക്കുക. ഇതിന് ഉത്തരം കൃത്യമായിട്ട് തരാൻ പറ്റും എന്നറിയുന്ന ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുക. നമുക്ക് ഡയറക്റ്റ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, റിസർച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. ലോങ് ആണ്, നന്നായിട്ട് റിസർച്ച് ചെയ്യണം, ബെനിഫിറ്റുമാണ്, നന്നായിട്ട് റിസർച്ച് ചെയ്യണം, നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം, റാങ്കിങ്സ് നോക്കണം, അപ്രൂവൽസ് നോക്കണം, വാല്യൂ നോക്കണം, ഒക്കെ നോക്കണം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ. അത് ഓൺലൈൻ ആവട്ടെ, റെഗുലർ ആവട്ടെ, സർട്ടിഫിക്കേഷൻ ആവട്ടെ, PG ആവട്ടെ, വാട്ട് എവർ. ഇതിൽ മേ ബി ഔട്ട് ഓഫ് ടോപ്പിക് ആവട്ടോ. ഇപ്പൊ പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലേസ്മെന്റ് അഷൂറൻസും ഉണ്ടാവും, പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉണ്ടാവും. അത് രണ്ടും പാടുന്ന ഡിഫറൻസും പാടെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഉപകാരമായിരിക്കും ആളുകൾക്ക്. കഴിവുള്ളവനിക്ക് ജോബ് അസിസ്റ്റൻസിൽ കയറാൻ പറ്റും, കഴിവില്ലാത്തവന് ജോബ് പ്ലേസ്മെന്റ്സിൽ കയറിയിട്ട് ലേൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ഉത്തരം. ഈ പറയുന്ന 90% ആളുകൾക്കും സ്കിൽ ഓറിയന്റഡ് ആയിരിക്കത്തില്ല, അവരുടെ ഡൊമൈനിൽ അവർ എക്സ്പെർട്ടൈസ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ജോബ് ഇന്റർവ്യൂ കിട്ടുമ്പോൾ റിജക്ഷൻ ആയിരിക്കും ഫേസ് ചെയ്യുക. എന്നാൽ അതല്ല, ഡൊമൈൻ എക്സ്പെർട്ടൈസ്ഡ് ആണ്, അതിനുശേഷം ഒരു പീരീഡിൽ നിന്നും ഇവൻ MBA പഠിക്കുകയാണ് അല്ലെങ്കിൽ MCA പഠിക്കുകയാണ്, അത് ഡിഗ്രി പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനിക്ക് ഈ പറയുന്ന പരിപാടി ഒന്നും കൂടി ഈസിയാണ്. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ? ഞാൻ ചോദിച്ചതെന്നറിയോ, പ്ലേസ്മെന്റ് അസിസ്റ്റൻസും പ്ലേസ്മെന്റ് അഷൂറൻസും. പ്ലേസ്മെന്റ് അഷൂറൻസ് ആണ് കീവേഡ് വെച്ചിട്ട് എത്രത്തോളം ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓപ്ഷനാണ്. പക്ഷെ പറ്റിക്കപ്പെടുന്നത് യൂണിവേഴ്സിറ്റി പറ്റിക്കുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് പറ്റിക്കുന്നില്ല, അവർ കൃത്യമായിട്ട് ജോബ് അസിസ്റ്റൻസ് തന്നെയാണ് പറയുന്നുള്ളത്. പക്ഷെ മണ്ടന്മാരായിട്ടുള്ള കുറേ ആളുകൾ ചിന്തിക്കുന്നുള്ളത് ഇത് ഗ്യാരണ്ടീഡ് ആണ്. അത് ചിന്താഗതിന്റെ പ്രശ്നമാണ്, അല്ലാതെ യൂണിവേഴ്സിറ്റിയുടെ മറ്റുള്ളവരുടെ പ്രശ്നമല്ല. അസിസ്റ്റൻസ് വേറെയാണ്, ഗ്യാരണ്ടീഡ് വേറെയാണ്. ഇത് രണ്ടും രണ്ടാണ്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞ ആദ്യത്തെ റിസർച്ചും ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന രീതികൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാങ്കിൽ ഒരാൾ പറഞ്ഞിട്ടാൽ ഓക്കെ ശരി എന്നാൽ പിന്നെ പോവാം, എന്നാൽ പിന്നെ രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് ഒരു വ്യക്തമായ കാര്യമല്ല. ഐ മീൻ ഒരു കറക്റ്റ് റൂട്ടല്ല.